ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെയാണ് കേട്ടോ. അതിനായിട്ട് അനന്തപുരിയിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും പോകുന്നില്ല. നമ്മുടെ ചന്തുമോളെ അവിടെ നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതേസമയം നവ്യ തിരിച്ചിങ്ങ് വന്നു കഴിയുമ്പോഴേക്കും അബിയെ വല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും അതുപോലെ അനഘയുടെ മുറിയിൽ നിന്ന് കിട്ടുന്ന ചില തെളിവുകളും ഒക്കെ നയനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ നവ്യ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അബിയുടെ നേരെ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും നൂലുകെട്ടിനായിട്ട് നന്ദാവനത്തിലേക്ക് പോവാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളും മാത്രം പോയിട്ടില്ല കേട്ടോ. ചന്തുമോളെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നൂലുകെട്ടിന് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞ് കനകയും ഗോവിന്ദനെയും വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ജലജ. അങ്ങനെ ജലജ പറയുന്നുണ്ട് അബിയോട്, ഇതവിടെ ചെല്ലുമ്പം തന്നെ അവളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പറയണം, ആദർശിൻ്റെ കൊച്ചവിടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അബി പറയുക, അമ്മേ ധൃതിയൊന്നും വയ്ക്കണ്ട, ഇങ്ങനൊരു ദിവസമായിട്ട് അതങ്ങ് പറയണ്ടെന്ന് പറയാണ്. അബിയുടെ ഉള്ളിലൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അബി അങ്ങനെ പറയുന്നത്. അപ്പോൾ ജലജ പറയാം, ഇങ്ങനൊരു ദിവസമാണെങ്കിലും അത് പറയണമെന്ന് പറയാം. അപ്പോൾ അബി പറയാം, അമ്മ ഇത് കുറച്ചൊക്കെ മനസ്സിലൊക്കെ ഇട്ട് വച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പറയുമ്പം അതിനൊരു സുഖമില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, എനിക്ക് ആ കനക പൊട്ടിക്കരയുന്നത് കാണണം, ഇത് കേട്ട് അവളുടെ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ ജലജ. അപ്പോൾ അബി അത് ഒഴിവാക്കിയൊക്കെ വിടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നൂലുകെട്ടിനായിട്ട് ചെല്ലുക. അപ്പോൾ കനകയും ഗോവിന്ദനും ആണെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരാണ് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, നന്ദുവും ഇല്ല, അതുപോലെ തന്നെ നയന തലേദിവസം വരാമെന്ന് പറഞ്ഞിട്ട് നയനയും എത്തിയിട്ടില്ല. നേരത്തെ വരുമായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യായിരുന്നു. മക്കളില്ലാത്തതിൻ്റെ എല്ലാ പരിഭവങ്ങളും അവർ പറഞ്ഞു തീർക്കാണ്. അതേസമയം നവ്യ കുഞ്ഞിനെ ഒരുക്കിയൊക്കെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ നൂലുകെട്ടിനായിട്ട്. അങ്ങനെ അനന്തപുരിയിൽ നിന്ന് എല്ലാവരും വരികയാണ്. വന്നു കഴിയുമ്പോൾ അബി നൂലുകെട്ടിനായിട്ട് റെഡിയായി അബിയുടെ മടിയിൽ കുഞ്ഞിനെയൊക്കെ കിടത്തി അബിയും നവ്യയും കൂടി കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജലജയും ജാനകിയും ദേവയാനിയും നയനിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ നൂലുകെട്ടൊക്കെ നടത്തി കഴിയുമ്പം ജലജ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ കാര്യത്തെക്കുറിച്ച്, ആദർശിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാണ്, ഇനി കുഞ്ഞിനെയും കൊണ്ട് നവ്യ അങ്ങോട്ട് വരികയാണല്ലോ, അപ്പോൾ അവിടെ വന്നു കഴിയുമ്പം ഈ കുഞ്ഞിന് ഇനി എത്രമാത്രം സന്തോഷം ഉണ്ടാവുന്നൊന്നും അറിയില്ല, ഇതിന് പകരം ഒരെണ്ണം അവിടെ കയറി കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ അങ്ങ് പറയാണ് നവ്യ എങ്ങനെയെങ്കിലും എരിവ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും അപ്പച്ചി പറയണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നവ്യേച്ചിയുടെ കുഞ്ഞിനുണ്ടാകാനൊന്നും പോകുന്നില്ല, ചന്തുമോൾ അവിടെ ഉള്ളതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ പറയണം. പക്ഷേ നവ്യയുടെ മനസ്സിൽ അപ്പം തൊട്ട് ഒരു വെപ്രാളോ ആദ്യമൊക്കെ കയറുക. നവ്യയാണെങ്കിൽ അബിയോട് ചോദിക്കുന്നുണ്ട്, അബി ഇക്കാര്യം ആദർശേൻ്റെ കുഞ്ഞെന്നുള്ള വിവരം ഇവിടെ അമ്മയും അച്ഛനും ഒന്നും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നയനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്തായാലും ആർക്ക് വിഷമമായാലും ആ സത്യത്തെ നമുക്ക് മറച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ആ കൊച്ചൊരു തടസ്സമായിട്ട് അവിടെ നിൽക്കുമല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് അബി പറയുമ്പം നവ്യ പറയുക, അതൊന്നും സാരില്ല അബി, ആദർശേട്ടൻ്റെ കുഞ്ഞല്ലേ, എന്തായാലും അനന്തപുരിയിലെ കൊച്ചല്ലേ, എനിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും നമുക്കതങ്ങ് സഹിക്കാമെന്ന് പറയണം. പക്ഷേ ഇതൊക്കെ എഗ്രിമെൻ്റൊക്കെ ആയിട്ട് വന്നെങ്കിലും ജലജയ്ക്ക് എങ്ങനെയെങ്കിലും കനകയോടും ഗോവിന്ദനോടും ഇത് പറയാതെ പറ്റില്ല. എന്നിട്ട് പറയുന്നുണ്ട് കനകയോടും ഗോവിന്ദനോടുമായിട്ട് ജലജ, അതേ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി നവ്യ ഉടനെ തന്നെ അങ്ങോട്ട് വരുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അതെ ഉടനെ തന്നെ മോളെ അങ്ങോട്ട് വിട്ടേക്കാം എന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരുമ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. ഈ കുഞ്ഞിനേക്കാളും കൂടുതൽ അവിടെ അംഗീകരിക്കുന്ന വേറൊരു കുഞ്ഞുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം കനക ചോദിക്കുക, അതാരാ അവിടെ അനന്തപുരിയിൽ ഇപ്പം വേറൊരു കുഞ്ഞ്, അതേതാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നയന പറയുന്നുണ്ട്, അതമ്മേ ആരുമില്ലാത്ത ഒരു കുട്ടിയെ മുത്തശ്ശൻ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം കനകയും പറയാണ്, ആരുമില്ലാത്ത കുട്ടിയെ മുത്തശ്ശൻ കൊണ്ട് താമസിപ്പിച്ചെങ്കിൽ നമ്മുടെ കുഞ്ഞിന് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുക. മുത്തശ്ശൻ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം ജലജ പറയുന്നുണ്ട്, അങ്ങനെ ആരുമില്ലാത്ത കുഞ്ഞൊന്നുമല്ല, അനന്തപുരിയിലെ അനന്തരാവകാശി തന്നെയാണ് ആ കൊച്ചും. അപ്പോൾ കനക ചോദിക്കുക, എന്താ പറയുന്നത്, അനന്തപുരിയുടെ ആരുടെ കൊച്ചാ അത്,
ആരുടെ കുഞ്ഞാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ആദർശിൻ്റെ കുഞ്ഞാണെന്നാണ് പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ കനക ചോദിക്കുക, ആദർശിൻ്റെ കുഞ്ഞോ? ആദർശിൻ്റെ കുഞ്ഞാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്? ആദർശ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. അബിയാണ് എല്ലാ തെറ്റുകളും ചെയ്യുന്നതെന്നും ഇവനാണ് എല്ലാ പ്രശ്നക്കാരനെന്നും അല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പം ആദർശിൻ്റെ കുഞ്ഞാ അത്. അതുകൊണ്ട് തന്നെയാ മുത്തശ്ശൻ അതിനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പം നയന പറയാം, അങ്ങനെയൊന്നുമില്ലമ്മേ, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ അഭി പറയാണ്, പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് ആദർശിൻ്റെ കൊച്ചാണെന്നാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയും മരണത്തിന് മുമ്പ് മുത്തശ്ശനോട് മൊഴിയൊക്കെ കൊടുത്തിരുന്നു എന്ന് പറയുമ്പം നയന പറയാ, അത് അനന്തപുരിയിലെ 3 കൊച്ചുമക്കളിൽ ആരുടെയോ കുഞ്ഞാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആദർശേട്ടൻ്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ കനകയ്ക്ക് വിഷമാവാണ്. കനക പറയാം, മോനെ, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ ജലജ പറയാണ്, അങ്ങനെയുള്ള വിശ്വാസമൊക്കെ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും എൻ്റെ മോന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സമാധാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ തീയിൽ എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ജലജ അവിടെ നിന്ന് പോകുന്നത്. അതേസമയം നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിലാണ്. ആ ട്രെയിനറാണെങ്കിൽ നന്ദുവിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുമുണ്ട് കേട്ടോ. നന്ദുവും കൂട്ടുകാരിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും അയാൾ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്, മറ്റാർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നുകയെന്ന് നന്ദു പറയാം. അപ്പം നന്ദുവിൻ്റെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല ബന്ധങ്ങളൊക്കെ ആരെങ്കിലും നിൻ്റെ ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യിപ്പിക്കുന്നതാവാം അങ്ങനെ എന്തെങ്കിലും. അപ്പം നന്ദു പറയാം, എനിക്ക് ഒരേ ഒരു ശത്രുവുള്ളൂ, ആ അനാമിക. അവളും അവളുടെ അച്ഛനും അമ്മയും കൂടിയാ എന്നെ ഒഴിവാക്കാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇതും ഇപ്പം അവരുടെ പണിയാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരിയും പറയണം കേട്ടോ, അങ്ങനെ എന്തെങ്കിലും പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു അയാൾക്കൊരു പണി കൊടുക്കണം, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അയാളെ എന്നൊക്കെ പറയാം. അപ്പം നന്ദു പറയാ, ഈ പണി എനിക്കിട്ട് തന്നപ്പോൾ തിരിച്ച് ഞാൻ കൊടുത്തേനെ, എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ എന്നെ ഈ ട്രെയിനിങ്ങിൽ നിന്ന് പുറത്താക്കുകയും എനിക്ക് SI ആകാനുള്ള എൻ്റെ സ്വപ്നം അതോടുകൂടി തകരുകയും ചെയ്യും. അത് തന്നെയായിരിക്കണം അവരുടെ ലക്ഷ്യവും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, നോക്കട്ടെ, അയാൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം, അതിനുശേഷം അയാൾക്കൊരു പണി കൂടി കൊടുക്കണമെന്ന് പറയാണ്. അതേസമയം നമ്മുടെ ട്രെയിനർ ആണെങ്കിൽ നന്ദുവിന് നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. കാരണം വേണു വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നന്ദു ഒരിക്കലും ഒരു SI ആവരുതെന്നും അവളെ എന്തായാലും കാരണം പറഞ്ഞിട്ട് ക്യാമ്പിൽ നിന്ന് ഔട്ടാക്കണം നോക്കുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് ഒരു സംഘർഷം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് നമ്മുടെ ട്രെയിനർ. അങ്ങനെ ട്രെയിനർ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുറച്ച് പേരെ കൂട്ടി നന്ദുവുമായിട്ട് ഒരു അടിപിടിയൊക്കെ ഉണ്ടാക്കുകയാണ്. നന്ദു മാക്സിമം ഒഴിവാകാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർ മനഃപൂർവ്വം തന്നെ അങ്ങനെ ഒരു സംഭവം നടത്തുകയാണ്. അപ്പോൾ നന്ദു ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നന്ദുവും ഫ്രണ്ടും എല്ലാം കൂടി നല്ല അടിച്ച് പൊരിഞ്ഞ അടി അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ട്രെയിനറിന് നല്ല കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ട്രെയിനർ ഒരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നന്ദുവിനെ പുറത്താക്കണമെന്നും നന്ദുവാണ് അവിടെ സംഘർഷമൊക്കെ ഉണ്ടാക്കുന്നത്, നിയമം കയ്യിലെടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അവൾ ഒരിക്കലും ഒരു SI ആകാൻ പാടില്ല എന്നൊക്കെ പറയാം. അതേസമയം മുകളിലുള്ള ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, സാറേ, മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കുകയായിരുന്നു, അതിൻ്റെ എല്ലാം വീഡിയോസും ഫൂട്ടേജും ഒക്കെ ഇവിടെ ഉണ്ട്. മനഃപൂർവ്വം എനിക്ക് ഓരോ പണി തന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു, മറ്റാരോ പറഞ്ഞിട്ട് അതിനു വേണ്ടിയാണ് ഈ ട്രെയിനർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അയാൾ ആരെയോ ഫോൺ വിളിച്ച് പറയുന്നതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒഴിവാക്കണമെന്നും അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യണമെന്നും നല്ല പണി കൊടുത്തോണ്ടിരിക്കുകയാണെന്നൊക്കെ ഫോണിലൂടെ പറയുന്നത് ഞങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് ആ ട്രെയിനറെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഈ തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് കാര്യങ്ങളൊക്കെ ബോധ്യമാകുകയാണ്. ട്രെയിനറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പക്ഷാഭേദപരമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? വന്ന സമയം തൊട്ടുള്ള നന്ദുവിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഫൂട്ടേജ് എടുക്കുമ്പോൾ അറിയാം, ആ കുട്ടിയെ ഒരുപാട് ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു, ഓവറായിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നു. ഈ സംഘർഷവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുക. അയാളല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾക്കൊരു സസ്പെൻഷനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ മനോഹരമായിട്ട് അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ അനാമികയും വീണുവും രേവതിയും കൂടെ വീണ്ടും സംസാരിക്കുക. അവർക്ക് എപ്പോഴും അനന്തപുരിയിലെ സ്വത്ത്, അതുപോലെ തന്നെ നന്ദുവിനെ ഒഴിവാക്കൽ, ഈ 2 കാര്യങ്ങളാണല്ലോ ഉള്ളത് പറയാൻ.
അപ്പോൾ വേണുവിനോട് തന്നെ അനാമിക ചോദിക്കുന്നുണ്ട്, നന്ദുവിൻ്റെ കാര്യമൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ കുളവായില്ലേ? നമ്മൾ ആ മധുസാറിനോട് പറഞ്ഞ് എല്ലാം റെഡിയാക്കിക്കൊണ്ട് വന്നതാ. പക്ഷെ അവിടെ അവളുടെ ഭാഗ്യം, അവളുമാർ നേരത്തെ തന്നെ അതിൻ്റെ എല്ലാം വിഷ്വൽസൊക്കെ എടുത്തു വച്ചു. മധുസാറിനെ കൊടുക്കുകയും ചെയ്തു. മധുസാറിൻ്റെ പണി പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെ അങ്ങേരുടെ മുഖത്ത് നമ്മൾ നോക്കും എന്ന് പറയുകയാണ് വേണു. അപ്പോൾ അനാമിക പറയാണ്, അല്ലേലും അച്ഛൻ ഏറ്റെടുത്ത എന്തെങ്കിലും ഒരു പരിപാടി നല്ലതായിട്ട് പോയിട്ടുണ്ടോ? ഇവിടെ ഇപ്പം നമ്മുടെ കാര്യം പോക്കാം. പിന്നെ വിചാരിച്ചോ, നന്ദു ഇനി SI ആയിട്ടെങ്ങാനും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കേസുകളെല്ലാം പൊക്കിയെടുക്കും. എല്ലാം ചെകഞ്ഞെടുത്ത് നമ്മളെ അകത്തിടുകയും ചെയ്യും. പാലിൽ വിഷം ചേർത്തത് നമ്മളാണെന്നുള്ള വിവരം അവളുടെ ചേച്ചിമാർക്കും അവൾക്കും ഒക്കെ അറിയാം. അതിൻ്റെ പേരിലൊക്കെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ വാ എന്നൊക്കെ പറയാണ്. അപ്പം ഉടനെ രേവതി പറയുന്നുണ്ട്, മോളെ നീ ഇപ്പം ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വരുന്നിടത്ത് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. അതിനു മുമ്പ് നീ എങ്ങനെയെങ്കിലും അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ ഒന്ന് കൈയടക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അവ പറയുന്നുണ്ട്, അത് തന്നെയല്ലേ അമ്മേ ഞാൻ കുറേ നാളുകളായിട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അതിനൊന്നും ഒരു ഫലവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇപ്പം ദേ ഒരു കൊച്ചിനെയും കൂടെ വലിച്ചു കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. അതിനും കൂടെ വീതം പോവും. ആദർശിൻ്റെ ആദ്യത്തെ കുടിയിലെ കൊച്ചാന്നും പറഞ്ഞിട്ട്. അതിനെ ഇനി പുറത്താക്കാൻ എന്തെങ്കിലും ചെയ്യണം. എനിക്കാണ് ആ കൊച്ചിനെ കണ്ണെടുത്ത് കാണരുത്. ഇപ്പം ആ കൊച്ചിനെ ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റില്ല. എൻ്റെ മുറിയിൽ എനിക്കിഷ്ടമില്ലാതെ ആരും കയറി വരുന്നത് എനിക്കിഷ്ടമില്ല. അതേസമയം ആ പെണ്ണ് വന്നിട്ട് എൻ്റെ പൂട്ടും കണ്ണാടിയും എല്ലാം എടുക്കുക. ഞാൻ ഇടയ്ക്ക് നല്ലത് പറയുകയും നല്ലത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് സപ്പോർട്ടുമായിട്ട് ആ നയന വരും. എന്നെ മേലെ ആ കൊച്ചിനെ തൊട്ടുപോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ അതിനെ അങ്ങ് പൊന്നുപോലെയാണ് കൊണ്ട് നടക്കുന്നത്. അവരുടെ ആദർശമോൻ്റെ കൊച്ചല്ലേ. അതുകൊണ്ട് അതിനെ ഉപദ്രവിച്ച എന്നെ അവിടുന്ന് പുറത്താക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വല്ലതൊക്കെ ചിലപ്പോൾ ചെയ്തു പോകും. അപ്പോൾ രേവതി പറയാണ്, മോളെ അങ്ങനെയൊന്നും നീ ചിന്തിക്കല്ലേ. ആ കിളവനും കിളവിയും കൂടി നിന്നെ പുറത്താക്കിയ പിന്നെ നിനക്ക് അവിടെ കയറിക്കൂടാൻ പറ്റുമെന്നൊന്നും വിചാരിക്കണ്ട. അവരെ സോപ്പിട്ട് അങ്ങ് നിന്നാൽ മതി. ആ കൊച്ചിനെ ഒന്നും നീ പറയാനും എടുക്കാനും ഒന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. അതേസമയം അനിയുടെ അടുത്ത് വന്നിട്ടും അനാമിക എന്നും പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ പ്രശ്നവും സംഘർഷവും ഒക്കെ ആയിട്ട് അനാമികയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. അതേസമയം നമ്മുടെ നവ്യ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ. അനന്തപുരിയിലേക്ക് കുഞ്ഞുമായിട്ട് വരുന്ന നവ്യ എല്ലാവരും കൂടി നന്നായിട്ട് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യും. അപ്പം നയനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നയന പറയുന്നുണ്ട്, എനിക്ക് തോന്നി ചേച്ചി ഇന്ന് വരുമായിരിക്കുമെന്ന്. ചേച്ചി വരാറായല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, കുഞ്ഞിനെ ഒന്ന് കാണാൻ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ അങ്ങ് എടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ കാണാൻ ഇവിടെ വേറൊരു കുട്ടി കൂടിയില്ലേ, ആ കുട്ടിയുടെ അമ്മയായിട്ട് നീയാണെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ പറയാണ് നയന, അത് ചന്തുമോളൊരു പാവം കുട്ടിയെ ചേച്ചി, അതുകൊണ്ടല്ലേ ഞാൻ അതിനെ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന പോവുക. പക്ഷേ നയനയ്ക്കും ചന്തുമോളോട് എന്തോ ഒരു അനിഷ്ടമൊക്കെ ഉണ്ട്. കാരണം സ്വന്തം കുഞ്ഞിൻ്റെ സ്ഥാനം കുറയുമോ എന്നുള്ളൊരു പേടിയുണ്ട് നവ്യയുടെ മനസ്സിലും കേട്ടോ. അതിങ്ങനെ വളർന്നു വരുമ്പം ചന്തുമോളെ ഓരോ കുറ്റങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നവ്യ. ഇത് നയനയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായിട്ട് നയന ആദർശിനോട് പറയുന്നുണ്ട്, നമ്മുടെ ആ DNA ടെസ്റ്റിൻ്റെ ആണെങ്കിൽ റിസൾട്ടൊന്നും ഇതുവരെ ആയിട്ടുമില്ല, അതൊന്ന് കിട്ടുകയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നവ്യച്ചിക്കും ഇപ്പം ചന്തുമോളോടൊരു ദേഷ്യമൊക്കെ ഉണ്ട്. അത് പിന്നെ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്നപ്പം മറ്റൊരു കുഞ്ഞ് ആ സ്ഥാനത്തിരിക്കുന്ന കാണുമ്പം ആർക്കായാലും അങ്ങനെയൊക്കെ തോന്നില്ലേ, അതായിരിക്കും നവ്യച്ചിക്കും തോന്നിയത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിരുന്നേ എനിക്കും സമാധാനമായേനെ. ഇതിപ്പം എൻ്റെ തലയിലാണല്ലോ, എനിക്ക് നേരെ ചൊവ്വിന് തല ഉയർത്തി നടക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, അനഘയുടെ വീട്ടിൽ ഒന്ന് പോയി എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നൊന്ന് നോക്കാം. അനഘ സംസാരിക്കുന്നൊന്നുമില്ലെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു തെളിവ് ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറയാണ്. അങ്ങനെ നയന അനഘയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അനഘയുടെ വീട്ടിലേക്ക് നയന ചെന്നിട്ട് ജോലിക്കാരിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് അനഘയ്ക്ക്? അപ്പോൾ അവർ പറയാണ്, ഇപ്പോഴും അതുപോലൊക്കെ തന്നെ കിടക്കുകയാണ്. പക്ഷേ നേരത്തെ അത്രയും കരച്ചിലൊന്നുമില്ല. അത് കുട്ടിയെക്കുറിച്ച് ഓർത്തിട്ടുള്ള സമാധാനം കൊണ്ടായിരിക്കും. അവിടെ സുരക്ഷിതമായ കൈകളിലാണല്ലോ ആ കുഞ്ഞുള്ളത്. അതുകൊണ്ടായിരിക്കും അനഘയ്ക്ക് ഇപ്പോൾ കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പം നയന വീണ്ടും അനഘയോട് പറയുന്നുണ്ട്, അനഘ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട. ചന്തുമോള് എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ നോക്കുന്നത്. ആദർശേട്ടനും അങ്ങനെ തന്നെയാണ്. ആദർശേട്ടനെ അച്ഛാന്നും എന്നെ അമ്മയെന്നുമാണ് അവൾ വിളിക്കുന്നത്. അവിടെ ചിലർക്കൊക്കെ കുഞ്ഞിനോട് അനിഷ്ടം ഉണ്ടെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് അവളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും അനഘ വിഷമിക്കേണ്ട.
എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അനഘയ്ക്ക് അതൊക്കെ ഒരു ആശ്വാസമാകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഇപ്പം ഇതിൻ്റെ പേരിൽ അവിടെ ആകെ വിഷമിച്ചിരിക്കുന്നത് ആദർശേട്ടനാണ്. ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നാണ് അവിടെ അബിയും മറ്റുള്ളവരും എല്ലാം പറഞ്ഞു പരത്തിയിരിക്കുന്നത്. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ അതിനൊരു തെളിവില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അനഘയെ ആദർശേട്ടൻ്റെയും അനഘയുടെയും കൂടെ ഫോട്ടോ വന്നത്? അനഘയുടെ ബന്ധുക്കൾ എങ്ങനെയാണ് അനഘയെ ആദർശേട്ടനാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്ന് ആ മരണ വീട്ടിൽ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. പക്ഷേ അനഘയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അതേസമയം മുറിക്കകത്തേക്ക് കയറിയിട്ട് നയന പരിശോധിക്കുകയാണ് എല്ലായിടവും. അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴേക്കും അലമാരിയൊക്കെ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അലമാരിയിൽ നിന്നൊരു ഡയറി താഴേക്ക് വീഴുകയാണ് കേട്ടോ. ഡയറി താഴേക്ക് വീഴുമ്പോൾ നയന അത് എടുത്ത് വയ്ക്കാനായിട്ട് പോവുക. അപ്പം അതിൽ നിന്ന് അബിയുടെ ഒരു ഫോട്ടോയാണ് താഴെ വീഴുന്നത്. അപ്പം നയനയ്ക്ക് പെട്ടെന്ന് ആ ഡയറി ഒന്ന് തുറന്നു നോക്കണം തോന്നുക. എന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, അനഘേ, ഞാൻ ഈ ഡയറി ഒന്ന് തുറന്ന് വായിക്കുക. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിലും എന്തെങ്കിലും രഹസ്യം ഇതിലുണ്ടോ എന്നറിയാനാ. അബിയുടെ ഒരു ഫോട്ടോ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വായിച്ചു നോക്കുമ്പം അനഘയുടെ എല്ലാ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചന്തുമോളുടെ ജീവരഹസ്യവും എല്ലാം ഉണ്ട് കേട്ടോ. അബിയുമായി നേരത്തെ അടുത്തതും അബി അനഘയെ ചതിച്ചതുമായ, അത് കഴിഞ്ഞ് അനഘ വിദേശത്തേക്ക് പോയതും കുഞ്ഞുണ്ടായതും വളർത്തിയതും മാറാ രോഗം വന്നതും എല്ലാ കാര്യങ്ങളും, അതിനുശേഷം അബിയുടെ കാല് പിടിച്ച് കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് അനഘ പറഞ്ഞതും എല്ലാം ഉണ്ട്. ചന്തുമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് അബിയുടെ ഫോട്ടോ വെച്ചിട്ടുമുണ്ട്. അബിയുടെ അഡ്രസ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നയനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. നയന ഈ ഡയറിയുമായിട്ട് അനഘയുടെ അടുത്ത് ചെന്നിരിക്കുക. അപ്പോൾ അനഘ പൊട്ടിക്കരയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലായി അനഘ, എനിക്ക് അബി ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞങ്ങൾ വിചാരിച്ചേയില്ല. കാരണം അവൻ്റെ കയ്യിൽ ചെറിയ തട്ടിപ്പും പരിപാടികളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയൊരു ദുഷ്ടനായി പോയല്ലോ. സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാൻ കഴിയാതെ അതിനെ മറ്റൊരാളുടെ കുഞ്ഞാക്കി അവിടെ കാണിക്കാൻ അബിക്കേ കഴിയുള്ളൂ. ഈ ഡയറി തൽക്കാലം ഞാൻ എടുക്കുകയാണ്. അബി ഇപ്പോഴും പലയിടത്തും ചന്തുമോളുടെ പിതൃത്വത്തെക്കുറിച്ച് തെറ്റായിട്ട് പറയുന്നുണ്ട്. അവിടെ കാണിക്കാൻ എനിക്കൊരു തെളിവ് വേണം. അതിനായിട്ട് ഞാൻ ഈ ഡയറി എടുക്കുകയാണെന്ന് പറയാം. അപ്പോൾ അനഘ കരയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അനഘയെ ആശ്വസിപ്പിച്ചിട്ട് ആ ഡയറിയും ഒക്കെ ആയിട്ട് നമ്മുടെ നയന പോവാണ്. ആ ഡയറി നയന ആദർശിനെ കൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് അനഘയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇത് വളരെ വലിയൊരു തെളിവ് തന്നെയാണ് ആദർശേട്ടാ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തെളിവ് നമ്മൾ കൊണ്ട് കാണിച്ചാലും അബി ഇതൊന്നും തർക്കിച്ച് നിൽക്കത്തേ ഉള്ളൂ. ഇത് നമ്മൾ സൃഷ്ടിച്ച തെളിവാണെന്നും ഇത് അനഘയുടെ ഡയറിയല്ല, നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണെന്നൊക്കെ അവൻ വേണമെങ്കിൽ പറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാതെ നമുക്ക് ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്ന് പറയാണ്. എന്നിട്ട് ആദർശ് ഉടനെ ഫോൺ എടുത്തിട്ട് വിളിക്കുന്നുണ്ട് കിരണിനെ. എന്നിട്ട് കിരണിനോട് ചോദിക്കുകയാണ്, കിരണെ, DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്തെങ്കിലും ആയോ? അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമൊക്കെ ആയി. അനഘയുടെ വീട്ടിൽ നിന്ന് കുറേ തെളിവുകളൊക്കെ കിട്ടി. പക്ഷേ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി കിട്ടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ്റെ മുന്നിലൊന്ന് അവതരിപ്പിക്കാമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ കിരൺ പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ തരാം, നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് പറയണം. അങ്ങനെ ആദർശും നയനയും കൂടി കാണാൻ പോവാണ് കിരണിനെ. അപ്പോൾ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിരണിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കിരണിൻ്റെ കയ്യിലുള്ള റിസൾട്ട് കിരൺ ആദർശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആദർശ് ഞെട്ടിപ്പോവാണ്. അതിൽ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണെന്നുള്ള ഒരു റിസൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെയൊരു റിസൾട്ട്? അപ്പം നയനയും പറയും, ആദർശേട്ടാ, അപ്പം നമ്മൾ കണ്ടതും കേട്ടതും ആദർശേട്ടൻ നുണ പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയനെ, നീയും എന്നെ ഇങ്ങനെ സംശയിക്കുകയാണോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിരണ് വേറൊരു റിസൾട്ട് കൂടി എടുത്ത് കൊടുക്കുകയാണ്. ആരും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടത്, ഈ റിസൾട്ട് ഒന്ന് നോക്കാൻ പറയുക. അപ്പോൾ അതിൽ കുഞ്ഞിൻ്റെ അച്ഛൻ അബിയാണെന്നുള്ളതാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ കിരണേ, ഇതിലേതാ സത്യം? ഇതെന്താണിത്? ഏതാ സത്യം എന്നുള്ളത് നിനക്കറിയില്ലേ ആദർശേ? നിനക്ക് വിശ്വാസമല്ലേ? നിൻ്റെ കുഞ്ഞല്ല ചന്തു മോളെന്നുള്ള കാര്യം നിനക്ക് വിശ്വാസമല്ലേ? പിന്നെ അബി തന്നെയല്ലേ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പം ഇതെന്താ രണ്ട് റിസൾട്ട് എന്ന് ചോദിക്കുമ്പം അവിടെ ഒരു തിരിമറി നടത്തിയെന്നും അബി ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞ് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെന്നും അവിടെ റിസൾട്ട് ടൈപ്പ് ചെയ്യുന്ന പെൺകുട്ടിയെ സ്വാധീനിച്ച് വേറൊരു റിസൾട്ടാണ് വച്ചിരുന്നത്. അത് നേരത്തെ തന്നെ കിരണിൻ്റെ ഫ്രണ്ട് മനസ്സിലാക്കുകയും ആ റിസൾട്ട് പിന്നീട് മാറ്റിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണെന്ന് പറയാണ് കേട്ടോ.
അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട്, അബി അവൻ ഇത്രയൊക്കെ പണി ചെയ്തോ, നമ്മൾ ആരും അറിയാതെ രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് പോലും അബി ഇങ്ങനെയൊക്കെ. അപ്പോൾ നയനയും പറയേ, ശരിയാണ്, അനഘയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡയറിയിലും അനഘ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിസൾട്ടിലും അബി തന്നെയാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് മുത്തശ്ശനോടും അതുപോലെ നവ്യേച്ചിയോടും ഒക്കെ പറയണം. നവ്യേച്ചി അറിഞ്ഞു കഴിയുമ്പം നവ്യേച്ചി ഒന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. കാരണം നവ്യേച്ചിയെ അബി ചതിക്കുകയായിരുന്നല്ലോ. അബിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ചേച്ചിക്ക് അത് വലിയ പ്രശ്നമൊന്നും ആവില്ല. പിന്നെ മുത്തശ്ശൻ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. കാരണം അബിയെ അനന്തപുരിയെ പോലും ഇനി അടുപ്പിക്കുമോയെന്ന് അറിയില്ല എന്ന് പറയാണ്. അങ്ങനെ നയനയും ആദർശും കൂടി ഈ റിസൾട്ടും അതുപോലെ ഈ ഡയറിയൊക്കെ എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുകയാണ് കേട്ടോ. മുത്തശ്ശനും അതുപോലെ തന്നെ നവ്യയുണ്ട്. നവ്യപ്പോൾ ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും നവ്യയ്ക്ക് പിന്നെ മുത്തശ്ശനൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ നവ്യ പറയുകയാണ് അബിയോട്, എടാ ഇത്രയധികം നെറികേട് കാണിച്ചിട്ട് നിനക്ക് നാണയില്ല അബി ഇങ്ങനെ എൻ്റെ മുന്നിൽ നെളിഞ്ഞ് നിൽക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. നീ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ലായിരുന്നു. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞിനോട് പോലും ഇത്രയധികം ക്രൂരത ചെയ്യാൻ നിനക്ക് എങ്ങനെ പറ്റി? നിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ആദർശേട്ടൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് വളർത്താൻ നാണമില്ലേടാ നിനക്ക് എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് അബിയോട്. അബിയാണെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് പെരളുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മുത്തശ്ശൻ്റെ വക വേറൊരു അടി കൂടി അബിക്ക് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്